പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം യോശുവയുടെ പുസ്തകം 20-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. 20-ന്റെ 1 മുതൽ 9 വരെ പ്രസ്താവിക്കുന്നത് സങ്കേത പട്ടണങ്ങളെ കുറിച്ചാണ്. സങ്കേത നഗരങ്ങൾ, 6 സങ്കേത നഗരങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ഈ പട്ടണങ്ങളിൽ 3 പട്ടണങ്ങൾ യോർദാൻ നദിക്ക് കിഴക്കും, 3 പട്ടണങ്ങൾ യോർദാൻ നദിക്ക് പടിഞ്ഞാറുമായിരുന്നു. എന്തിനാണ് ഈ സങ്കേത നഗരങ്ങൾ? ആരെങ്കിലും അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയാൽ അവർക്ക് അഭയമായിരിക്കേണ്ടതിന് 6 സങ്കേത നഗരങ്ങളെ യോശുവ വേർതിരിച്ചു. ഈ സങ്കേത നഗരങ്ങളെല്ലാം ലേവ്യർക്ക് നൽകിയ പട്ടണങ്ങളിൽ ആണ് സ്ഥാപിതമായത്. ദേശത്തിൻ്റെ ഏത് കോർണറിൽ നിന്നും 6 മണിക്കൂർ യാത്ര ചെയ്താൽ അവർക്ക് ഈ സങ്കേത നഗരത്തിലെത്താം. പരമാവധി 6 മണിക്കൂർ യാത്ര ചെയ്താൽ അവർ ഈ സങ്കേത നഗരത്തിൽ എത്തത്തക്കവണ്ണമാണ് ഈ പട്ടണങ്ങൾ എല്ലാം സ്ഥാപിച്ചിരുന്നത്. എന്താണ് സങ്കേത പട്ടണങ്ങൾ സൂചിപ്പിക്കുന്നത്? സങ്കേത നഗരം കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. സങ്കേത പട്ടണങ്ങളിൽ മനഃപൂർവമായോ അല്ലാതെയോ, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന തെറ്റുകളുടെ പരിഹാരത്തിന് വേണ്ടി ഓടി അണയാവുന്ന ഒരു സ്ഥലമായിരുന്നു സങ്കേത പട്ടണം. എന്നാൽ സങ്കേത പട്ടണത്തിൽ പ്രവേശിക്കാതെ അവന്റെ വാതിൽക്കൽ വീണുപോയാൽ അവൻ ശിക്ഷിക്കപ്പെടും. പട്ടണത്തിനകത്ത് കിടന്നാൽ രക്ഷപ്പെടും. പാപിക്ക് രക്ഷപ്പെടാനുള്ള ഒരു സ്ഥാനമായിരുന്നു സങ്കേത പട്ടണം. ഏത് പാപിക്കും ഓടി വന്ന് രക്ഷപ്പെടാനുള്ള സങ്കേത പട്ടണം. ഇന്ന് ഈ വചനം കേൾക്കും ദൈവമക്കളെ, നമ്മളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചാൽ അറിയാം, നമ്മൾ പാപം ചെയ്യാത്തതായതുകൊണ്ടല്ല, വിശുദ്ധരായതുകൊണ്ടല്ല നമ്മൾ ഇവിടെ ഈ രീതിയിൽ ഇരിക്കുന്നത്. പാപം ചെയ്തവനെല്ലാം ഓടിച്ചെന്ന് രക്ഷപ്പെടാൻ കാൽവറിയിൽ ഒരു സങ്കേത പട്ടണം ഒരുക്കപ്പെട്ടു. ശരീരം ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെ തകർക്കപ്പെട്ട് പിളർന്നതായ പാറയിൽ നിന്ന് ഒഴുകി വീണ രക്തം നമ്മുടെ എല്ലാം പാപത്തിന് പരിഹാരമായി തീർന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അന്ന് അവിടെയെല്ലാം ഈ സങ്കേത പട്ടണങ്ങൾക്ക് കാവൽ നിൽക്കുന്നത് പുരോഹിതന്മാരായിരുന്നു. പ്രിയമുള്ളവരെ, എന്നാൽ ഇന്ന് സങ്കേത പട്ടണത്തിൽ നമ്മെ സംരക്ഷിപ്പാനുള്ളത് മരണമില്ലാത്ത പുരോഹിതനാണ്. ആകാശങ്ങളെ കീറിക്കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവ് നമ്മൾക്ക് വേണ്ടി സ്വർഗത്തിലുള്ളത് കൊണ്ട് ഏത് തെറ്റ് ചെയ്തവർക്കും അവനെ വിളിച്ചുകൊണ്ട് ഓടി വന്നാൽ വലങ്കൈ പിടിച്ച് അകത്ത് കയറ്റി സമാശ്വാസം തരുന്ന ഒരു യേശു ജീവിക്കുന്നു. ദൈവം ധാരാളം ആത്മാക്കളെ തന്നു. അനേകർ ഈ സങ്കേത പട്ടണത്തിൽ കയറി രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കേത പട്ടണത്തെ പരിചയപ്പെട്ടവർക്ക് കരമുയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ സങ്കേത പട്ടണങ്ങൾ
നമ്മുടെ ലക്ഷ്യമാണ്. ഞാൻ ഓരോ പട്ടണങ്ങളെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ പട്ടണമാണ് കേദേശ്. കേദേശ് എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധം എന്നാണ്. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പാപം അറിയാത്തവനെ, പാപം ചെയ്യാത്തവനെ, ഈ ഭൂമിയിൽ ജീവിച്ചത്രയും കാലം തിന്മ നിറഞ്ഞ ലോകത്ത് ജീവിച്ചിട്ടും പാപമൊഴിയ സകലത്തിലും മനുഷ്യർക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട വിശുദ്ധനായവൻ, മഹാപരിശുദ്ധനായവൻ നമ്മുടെ സങ്കേത പട്ടണമാണ്. കാദേശ് എന്തിനെ കാണിക്കുന്നു? കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധിയെ കാണിക്കുകയാണ്. മഹാപരിശുദ്ധനായവന്റെ അടുക്കൽ അശുദ്ധനായവൻ കടന്നു വന്നാൽ വിശുദ്ധനായി മടങ്ങിപ്പോകും. ഹല്ലേലൂയ! കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ, മഹാപരിശുദ്ധനായവന്റെ അടുക്കൽ അശുദ്ധന്മാർ കടന്നു വന്നാൽ വിശുദ്ധനായി കടന്നു പോകും. യേശുവിനെ തൊട്ടപ്പോൾ ശുദ്ധനായി തീർന്നു, ശുദ്ധനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ! അഴുക്കുള്ളവർ അവനെ തൊട്ടാൽ അവർ വിശുദ്ധരായി തീരും. ജീവിതത്തിൽ ധാരാളം കഷ്ടപ്പാടിന്റെ തകർച്ചയുടെ നടുവിലൂടെ സമാധാനം എന്തെന്നറിയാതെ കെട്ടി നടന്ന ആ ജീവിതങ്ങൾ സർവശക്തനായവനെ തൊട്ടപ്പോൾ വിശുദ്ധരായി മാറി. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കാദേശ് വിശുദ്ധം. എൻ്റെ കർത്താവ് സകല അഴുക്കുകളെയും വിശുദ്ധീകരിക്കുന്ന മഹാപരിശുദ്ധനാണ്. പാപം ചെയ്യാത്തവന് മാത്രമേ ഒരു പാപിയെ രക്ഷിപ്പാൻ കഴിയൂ. ജന്മപാപമില്ലാത്തവന് മാത്രമേ പാപിയെ രക്ഷിപ്പാൻ കഴിയൂ. ജന്മപാപമില്ലാത്തവനായി, ആദാമിന്റെ സന്തതിയല്ലാതെ ജനിച്ചവനായി ഒരേ ഒരുവനെ ഭൂമിയിലുള്ളൂ, ഈ ആവനി മുഖത്തുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ സങ്കേത നഗരമാണ് ശെഖേം. ശെഖേം എന്ന വാക്കിന്റെ അർത്ഥം തോൾ എന്നാണ്. ഇത് അവന്റെ ആധിപത്യത്തെ കാണിക്കുന്നു, അവന്റെ അധികാരത്തെ കാണിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം നമുക്ക് വായിക്കാം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലുണ്ട്. അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സങ്കേത പട്ടണമായ കർത്താവായ യേശുക്രിസ്തു സകലത്തിൻ്റെയും അധികാരിയാണ്, എല്ലാറ്റിൻ്റെ മേലും അധികാരമുള്ളവനാണ്. നമ്മുടെ മേലും, നമ്മുടെ മക്കളുടെ മേലും, നമ്മുടെ ജീവിതത്തിൻ്റെ സകല കർമ്മ മേഖലകളിലും അധികാരിയായ ഒരു കർത്താവുണ്ട്. ഒരിക്കൽ നെബൂഖദ്നേസർ രാജാവ് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും, ഹനന്യാവ്, അസര്യാവ്, മിശായേൽ, അവരെ 3 പേരെയും തീക്കൊണ്ടത്തിലേക്ക് എറിഞ്ഞു. സംഭവം നമ്മൾക്കറിയാം. എന്നാൽ അഗ്നിജ്വാലയ്ക്കകത്തേക്ക് വലിച്ചെറിയപ്പെട്ട ആ 3 മക്കളോടൊപ്പം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇറങ്ങി വന്ന് തീച്ചൂളയ്ക്കകത്ത് അവൻ ഇറങ്ങി നടന്നു. ആധിപത്യം അവന്റെ തോളിലാണ്, അധികാരം അവന്റെ തോളിലാണ്. തീജ്വാലയുടെ നടുവിലും ദൈവത്തിന്റെ അധികാരം നിലനിൽക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നീ വെള്ളത്തിലൂടെ കടന്നാൽ അത് നിന്റെ മീതെ കവിയുകയില്ല, നീ അഗ്നിജ്വാലയിലൂടെ പോകേണ്ടി വന്നാൽ അത് നിന്നെ ദഹിപ്പിക്കുകയില്ല. സകലത്തിന്റെ മേലും ആധിപത്യമുള്ളവനാണ് കർത്താവ്.
പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അങ്ങനെ തീജ്വാലയിൽ അവരോടൊപ്പം നടന്ന യഹോവയായ ദൈവം ജ്വാലയ്ക്ക് പുറത്ത് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസർ രാജാവ് പറയുന്നൊരു വാക്യമുണ്ട്. അതിങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ ദൈവം തന്നെ സാക്ഷാൽ ദൈവം. പ്രൈസ് ദി ലോർഡ്. അവൻ ഭൂവാസികളോട് ഇഷ്ടം പോലെ ചെയ്യുന്നവനാണ്. കാളയെപ്പോലെ പുല്ല് തിന്ന് 7 വർഷക്കാലം നശിപ്പിച്ച് കളഞ്ഞ് ജീവിതം മുഴുവൻ കോഞ്ഞാട്ടയാക്കി കളഞ്ഞിട്ട് കയറി വന്ന രാജാവിന് യഹോവയായ ദൈവത്തെക്കുറിച്ച് പറയാനുള്ളത് ഇത് മാത്രമാണ്: ഈ ദൈവം ഭൂവാസികളോട് ഇഷ്ടം പോലെ ചെയ്യുന്നവനാണ്. ദൈവമക്കളെ, 38-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, ദൈവത്തിൻ്റെ താങ്ങുന്ന കരം, അവൻ്റെ കരങ്ങൾക്കകത്ത് അവൻ്റെ കൈവെള്ളയിൽ ഞാൻ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഉള്ളം കയ്യിലിരിക്കുകയാണ്, ഉള്ളം കയ്യിലിരിക്കുകയാണ്. എന്നാൽ ഈ കൈയുണ്ടല്ലോ, ചെരിഞ്ഞാൽ പിന്നെ ആർക്കും നിൽക്കാൻ കഴിയില്ല, ആർക്കും നിൽക്കാൻ കഴിയില്ല. ദൈവം കൈവിട്ടവനെ ആർക്കും താങ്ങാൻ പറ്റില്ല. ദൈവം ഉപേക്ഷിച്ചവനെ ആർക്കും സംരക്ഷിക്കാൻ കഴിയില്ല. ഈ വചനം ശ്രദ്ധിക്കുന്ന നമ്മൾക്ക് നമ്മിലേക്ക് തന്നെ നോക്കാം. ആധിപത്യം തോളിലുള്ള, ആധിപത്യമുള്ള, നമുക്ക് വേണ്ടി ജനിച്ച ഒരു ശിശുവുണ്ട് ബേത്ലഹേമിൽ. പ്രൈസ് ദി ലോർഡ്. അവൻ ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആധിപത്യം അവൻ്റെ തോളിലിരിക്കുന്നു. ആ കർത്താവ് നമ്മൾക്കായി ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സകല അധികാരമുള്ള അത്ഭുത മന്ത്രി, വീരനായ ദൈവം. ശ്രദ്ധിക്കാമോ? ആ കർത്താവ് എൻ്റെ ഉള്ളിലാണ്, അവൻ എൻ്റെ രക്ഷകനാണ്. വീരനായ ദൈവം എവിടെ ജീവിക്കുന്നു? അവർക്ക് പറഞ്ഞേ, എവിടെ ജീവിക്കുന്നു? എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു, എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു. രോഗങ്ങൾ വരും, പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ വരും. പക്ഷെ ഞാൻ പതറുകയില്ല, ഞാൻ തളരുകയില്ല, ഞാൻ ക്ഷീണിക്കുകയില്ല. എൻ്റെ കർത്താവിനോട് കൂടെ ഞാൻ ഉറച്ച് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവമക്കളെ, 3-ാമത്തെ സ്ഥലമാണ് ഹെബ്രോൻ. ഹെബ്രോൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടായ്മ എന്നാണ്. യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യവും, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യവും നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മയുണ്ടാകേണ്ടതിന് അറിയിക്കുന്നു. പിന്നെ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവായ ദൈവത്തോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ് നമ്മുടെ കൂട്ടായ്മ. ഏതൊരു പാപിക്കും ചെന്ന് രക്ഷപ്പെടാനുള്ള ഹെബ്രോനാണ് കർത്താവിന്റെ സന്നിധി. പ്രൈസ് ദി ലോർഡ്. അവന്റെ സന്നിധിയിൽ ചെന്ന് രക്ഷപ്പെടാം. രക്ഷിക്കപ്പെട്ടവർക്കുള്ള സങ്കേത സ്ഥാനമാണ് കൂട്ടായ്മ. കൂട്ടായ്മ വേണം ദൈവമക്കളെ, കൂട്ടായ്മ വേണം. കൂട്ടായ്മ നിർബന്ധമാണ്, കൂട്ടായ്മ നിർബന്ധമാണ്. ചിലരെങ്കിലും ധരിക്കുന്നു ഞായറാഴ്ച പള്ളിയിൽ പോയാൽ അതുകൊണ്ടെല്ലാമായി, കൂട്ടായ്മയ്ക്ക് പോകരുത് എന്നുവരെ നിഷ്കർഷിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെ അർഹിക്കുന്ന അവഗണനയോടെ നിങ്ങൾ തള്ളിക്കളയണം. കാരണം കൂട്ടായ്മ എൻ്റെ ആവശ്യമാണ്, അത് പാസ്റ്ററുടെ ആവശ്യമല്ല, അത് വൈദികൻ്റെ ആവശ്യമല്ല, അത് നാട്ടിലെ പ്രമാണിയുടെ ആവശ്യമല്ല, അത് എൻ്റെ ആവശ്യമാണ്. എനിക്കൊരു കൂട്ടായ്മ വേണം. ദൈവവചനം, സത്യവചനം യഥാർത്ഥമായി കേൾക്കാൻ, വചനത്തിൻ്റെ മുൻപിലിരുന്ന് കരയാൻ, ദൈവവചനം ശ്രദ്ധിക്കാൻ. അത് ഒരു വ്യക്തിയുടെ കൂട്ടായ്മയല്ല. നമ്മൾ വന്നിരിക്കുമ്പോൾ കർത്താവിനോടാണ് കൂട്ടായ്മ. നിശ്ചയമായും ആഴ്ചയിൽ ഒരു ദിവസം ഒരു കൂട്ടായ്മ നിർബന്ധമായും വേണം. ചുമ്മാ പോയി ചാപ്പാടടിച്ച് പോരാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയല്ല. ദൈവവചനം, സത്യവചനം കേട്ട്
അവനെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് പോരാൻ നമ്മളുടെ സകല കൂടിവരവുകളിലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം. യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഉയർത്താൻ ഇടവരരുത്. വചനം പറയുമ്പോൾ വചനം തന്നെ പറയണം. പ്രൈസ് ദി ലോർഡ്. വർത്തമാനം പറയുമ്പോൾ ആരെക്കുറിച്ച് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ചെയ്യാവുന്നത് ചെയ്തോ. പക്ഷേ ദൈവവചനത്തിൻ്റെ മുൻപിൽ വരുമ്പോൾ നമ്മുടെ കഥയല്ല, മറ്റുള്ളവരുടെ കഥയല്ല, അവിടുത്തെ കഥയല്ല, ഇവിടുത്തെ കഥയല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ കഥയാണ്. വേറെ ഒന്നും നമുക്ക് പറയാനായിട്ടില്ല. ദൈവവചനമാണ് നമ്മളെ രക്ഷിക്കുന്നത്. മൂന്നാമത്തേത് ഹെബ്രോൻ. പ്രൈസ് ദി ലോർഡ്. കൂട്ടായ്മയുടെ അനുഭവം. നമുക്ക് കൂട്ടായ്മയുള്ളത് കർത്താവായ യേശുക്രിസ്തുവിനോട് ആണ്. കൊരിന്ത്യ ലേഖനം എന്ന് വായിച്ച് 1 കൊരിന്ത്യർ 1:9 വായിക്കും. നമ്മളെ കർത്താവ് വിളിച്ചത് എവിടേക്കാണ്? കൂട്ടായ്മയിലേക്ക് അവൻ വിളിച്ചു. വിളിക്കപ്പെട്ട ദൈവമക്കളാണ് നമ്മളെങ്കിൽ നമ്മളെ അവൻ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മൾ കൂട്ടായ്മക്കാരനാണ്. ആ പേര് മാറ്റി വിളിക്കപ്പെട്ടവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവൻ നമ്മുടെ കോട്ടയാണ്, അവൻ നമ്മുടെ ശൈലമാണ്, അവൻ നമ്മുടെ പാറയാണ്, അവൻ നമ്മുടെ സങ്കേതമാണ്, അവൻ നമ്മുടെ ദുർഗമാണ്. ഏത് വിധത്തിലും നമ്മളെ സംരക്ഷിക്കുന്ന കോട്ടയാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. 6 സങ്കേത പട്ടണങ്ങളുണ്ടെങ്കിൽ 6 സങ്കേത പട്ടണങ്ങളും നമ്മുടെ കർത്താവിൻ്റെ 6 പ്രത്യേകതകളെ കാണിക്കുകയാണ്. നമുക്ക് രക്ഷപ്പെടാനായിട്ട് നമുക്ക് വേണ്ടി ജനിച്ചിരിക്കുന്ന, നമ്മൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്ന നമ്മളുടെ നാഥനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ നല്ല കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശു എൻ്റെ കോട്ടയാണ്. എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയ കോട്ട, എനിക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റിയ കോട്ട. ഏത് പാപിക്കും ഓടിച്ചെന്ന് രക്ഷ പ്രാപിക്കാൻ പറ്റുന്ന ഒരു കോട്ട. ഏത് കൊടും പാപിക്കും അവിടെ രക്ഷയുണ്ട്. യേശു എന്ന ആ സങ്കേത പട്ടണത്തിൽ, ആ കോട്ടയ്ക്കകത്ത് ഒരു വ്യക്തി ചെന്നുപെട്ടാൽ അവനെ കുഞ്ഞാടാക്കുന്ന ഒരു കുഞ്ഞാട് നമ്മൾക്കായി ജീവിക്കുന്നു. സ്വഭാവത്തെ മാറ്റുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. ചിന്തകളെ മാറ്റുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. അവൻ്റെ സന്നിധിയിൽ സത്യമായി കടന്നു ചെല്ലാൻ സാധിച്ചാൽ അവൻ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തുക തന്നെ ചെയ്യും. 5ാമത്തെ കോട്ടയാണ് രാമോത്ത്. രാമോത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഉന്നതം എന്നാണ്. ഫിലിപ്പിയ ലേഖനം 2:9 വാക്യം. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. എന്തുകൊണ്ട്? അവൻ തന്നെത്താൻ താഴ്ത്തി. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി അവൻ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് എത്രത്തോളം താഴ്ത്തിയോ അത്രത്തോളം അവൻ അവരെ ഉയർത്തി. അവനെ ഉയർത്തി. എല്ലാവരെക്കാളും ഉന്നതനാണ് നമ്മുടെ കർത്താവ്. സങ്കേതപട്ടണം പണിയുമ്പോൾ ഏറ്റവും ഉയരമുള്ള സ്ഥലത്ത് പണിയണമെന്നാണ്. എവിടെ നിന്ന് നോക്കിയാലും ഈ പട്ടണം കാണണം. കണ്ണ് ഉയരങ്ങളിലേക്ക് നോക്കി ഈ പട്ടണം കണ്ട് അവിടേക്ക് ഓടിച്ചെല്ലണം. ഉയരങ്ങളിൽ പണിയണം സങ്കേത പട്ടണം. കർത്താവായ യേശുക്രിസ്തുവിനെ, നമ്മുടെ നാഥനായവനെ മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തി. നമ്മൾ മോവാബ് സമഭൂമിയിൽ ചെന്നാൽ കാണാം, 1000 പെട്ടുപോയ മോവാബ് സമഭൂമി. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ ധാരാളം ആത്മാക്കൾ പിടഞ്ഞു മരിച്ചു. എന്നാൽ അവർക്ക് രക്ഷപ്പെടാൻ പിസ്ഗാ കൊടുമുടിയിൽ മലയുടെ മുകളിൽ ഒരു താമര സർപ്പം ഉയർത്തപ്പെട്ടു. നോക്കുന്നവൻ രക്ഷപ്പെടും. നോക്കിയാൽ രക്ഷപ്പെടും. ആർക്കും നോക്കി രക്ഷപ്പെടാൻ, ചെന്ന് രക്ഷപ്പെടാൻ, ആശ്രയത്തോടെ കടന്നു ചെന്ന് രക്ഷപ്പെടാൻ നമ്മുടെ സങ്കേത പട്ടണമായി സർവശക്തനായ കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 6ാമത്തെ പട്ടണമാണ് ഗോലാൻ. പ്രൈസ് ദി ലോർഡ്. ഗോലാൻ എന്ന വാക്കിന്റെ അർത്ഥം
സന്തോഷം എന്നാണ്. ഫിലിപ്പിയാലേഖനം 4:4 ദൈവജനം കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. കർത്താവിൽ സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. കർത്താവിലുള്ള സന്തോഷം ദുഃഖങ്ങളില്ലാത്ത സന്തോഷമല്ല, വേദനകളില്ലാത്ത സന്തോഷമല്ല. ക്രിസ്തുയേശുവിലുള്ള സന്തോഷം ദുഃഖങ്ങൾക്കകത്തുമുള്ള സന്തോഷമാണ്. സ്തോത്രം പറയാമോ? കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഹല്ലേലൂയ. ദൈവമക്കളെ, കഷ്ടങ്ങൾക്കകത്തും സന്തോഷിപ്പാൻ, ജീവിതത്തിൻ്റെ സകല ദുഃഖങ്ങൾക്കകത്തും ആനന്ദിപ്പാൻ. നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നത് നമ്മിൽ നിന്ന് പറിച്ചെടുക്കപ്പെടുമ്പോഴും നമ്മൾ ഇഷ്ടപ്പെടാത്തത് നമ്മുടെ ജീവിതത്തിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോഴും കർത്താവിൽ സന്തോഷിക്കാൻ കഴിയുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിലെ സന്തോഷം. ഒരിക്കലും പതറിപ്പോകരുത്. ഒരിക്കലും നമ്മുടെ കണ്ണിന് കാണരുതേ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ കണ്ണിന് മുമ്പിൽ സംഭവിക്കുമ്പോഴും പതറാതെ, തളരാതെ, ക്ഷീണിക്കാതെ നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കൽ ഒറീസയ്ക്ക് പോകുമ്പോൾ ഒരു ഗ്രാമം മുഴുവൻ തീക്കിരയാക്കിയവർ. ആ ഗ്രാമത്തിൽ ഞാൻ കടന്നുപോയി. ആ ഗ്രാമത്തിൽ ആരും പാർക്കുന്നില്ല, മുഴുവൻ കുടിലുകളും നശിപ്പിച്ചു. എൻ്റെ കൂടെ വന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു തരികയായിരുന്നു, ഈ ഗ്രാമത്തിലുള്ള അനേകം ഗർഭിണികളായ സ്ത്രീകളുണ്ടായിരുന്നു. കൈക്കുഞ്ഞുങ്ങളുമായിട്ട് പുറത്ത് മാറാപ്പ് കെട്ടിത്തൂക്കിയിട്ട് അവരെയും കൊണ്ട് നടന്ന ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു. എല്ലാറ്റിനെയും വരിഞ്ഞു കൂട്ടിക്കെട്ടി ജീവനോടെ ചുട്ടുകളഞ്ഞു. ഒറ്റക്കാര്യം മാത്രം, അവർ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ക്രിസ്ത്യാനികൾ മാത്രമുള്ളൊരു ഗ്രാമമാണ്. അവിടെ ഒരു ചർച്ച ഉണ്ടായിരുന്നു, അവിടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ധാരാളം ജീവിതങ്ങൾ ഒടുങ്ങിപ്പോയി. പക്ഷേ ആ പാസ്റ്റർ ഇന്നും അവിടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം മടങ്ങി വന്നു, അദ്ദേഹത്തിൻ്റെ ചർച്ച അവിടെ വീണ്ടും പണിതു. അദ്ദേഹം ഇന്ന് വിശ്വാസികളെ കൂട്ടി പ്രാർത്ഥിച്ചു പോവുകയാണ്. ഞാൻ പറയട്ടെ, യേശു എന്ന ഒരു സങ്കേത പട്ടണം, സന്തോഷം തരുന്ന, ദുഃഖങ്ങൾക്കകത്ത് ആനന്ദം തരുന്ന ഒരു കർത്താവ് നമ്മൾക്കായി ജീവിക്കുകയാണ്. സംഖ്യാപുസ്തകം 35:9 വാക്യം, ചില പട്ടണങ്ങൾ സങ്കേത നഗരങ്ങളായി വേർതിരിക്കണം. അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയാൽ അവിടേക്ക് ഓടിച്ചെല്ലണം, രക്ഷ പ്രാപിക്കണം. നാം അബ്നേറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അറിയാം, ദാവീദ് അബ്നേറിനെ കുറിച്ച് വിഷമിക്കുകയാണ്, ദുഃഖിക്കുകയാണ്, വിലപിക്കുകയാണ്. അബ്നേരേ, നീ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടിയിരുന്നത്. ഹെബ്രോനിലെ സങ്കേത പട്ടണത്തിന്റെ താഴ്വരയിൽ അബ്നേർ മരിച്ചുപോയി. അസായേലിന്റെ കുത്തേറ്റ് അബ്നേർ പട്ടുപോയി. എന്തേ കാരണം? അവന് രക്ഷപ്പെടാമായിരുന്നു ഹെബ്രോനിൽ, സങ്കേത പട്ടണത്തിൽ. പക്ഷേ അവൻ രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും രക്ഷപ്പെട്ടില്ല. സങ്കേത പട്ടണത്തിൻ്റെ കവാടത്തിൽ നിൽക്കുന്നവരാണ് നമ്മൾ. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചില്ലെങ്കിൽ അങ്ങനെ തന്നെ നശിച്ചു പോകും. പേരിലും പെരുമയിലുമല്ല, ക്രിസ്ത്യാനി എന്നുള്ള പേരും ഔചിത്യവുമല്ല. നമുക്ക് സമൂഹം തരുന്ന പല ഉന്നത സ്ഥാനങ്ങളും പേരും പെരുമയും കാണും. നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുന്ന യേശു കർത്താവിൻ്റെ മുൻപിൽ വിശുദ്ധിയോടെ നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് നിത്യതയെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയില്ല. നല്ലവനായ വിശ്വസ്തനായ കർത്താവിൻ്റെ മുൻപിൽ നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, പ്രൈസ് ദി ലോർഡ്. സങ്കേത പട്ടണമായ നിന്നിൽ മറയാൻ, ജീവന്റെ നാഥനായ നിന്നിൽ മറയാൻ, നിന്നോട് ചേരാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഉള്ളത്തിൽ തുടിപ്പുണ്ട് കർത്താവേ. ഈ പട്ടണം വിട്ടു പോകാൻ ഇടയാകരുതേ. നന്ദിയോടെ സ്തോത്രം.